ഇന്ന് സാർവത്രികമായി, ഇത് ഹിന്ദുവിന്റെ മാത്രം വിഷയമല്ല, മൊത്തം സമൂഹത്തിൽ മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നത് എത്രയാണെന്ന് കണക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നുകൾക്ക് അടിമകളാകുന്ന കാഴ്ച. അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളുടെ സമീപത്ത് പോലും സുലഭമായി മയക്കുമരുന്നുകൾ ലഭിക്കുന്ന സ്ഥിതിവിശേഷം ഇതാണ് ഇന്നത്തെ കേരളത്തിൽ. ചിലരതിനെ ലഹരി എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്തും ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പതിവുണ്ട്. നമ്മളെ തന്നെ വിളിച്ചിരുന്നു കുറെ സ്ഥലത്ത്. ഞാൻ പറഞ്ഞു, ലഹരിക്കെതിരായി പ്രസംഗിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ലഹരിക്കെതിരായി പ്രസംഗിക്കില്ല. മനുഷ്യനാഞ്ചാ കുറച്ച് ലഹരിയൊക്കെ വേണ്ടേ? വെറുതെ ഉണ്ടു ഉറങ്ങിയും ഒക്കെ കിടന്നുറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനാഞ്ചാ കുറച്ച് ലഹരി വേണം. പ്രത്യേകിച്ച് ഞാൻ സ്വാമി ചിദാനന്ദ പുരി എന്നുള്ള നാമം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ശങ്കരാചാര്യസ്വാമികളെയാണ്, ഭഗവാൻ ഭാഷ്യകാരനെ. ലോകത്തിൽ ഏറ്റവും അധികം ലഹരി വാരി വിതറിയത് ശങ്കരാചാര്യസ്വാമികളാ. സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി, ആനന്ദ ലഹരി, ജീവൻ മുക്താനന്ദ ലഹരി, അതിനപ്പുറത്തൊന്നും പറയാനില്ല. ജീവൻ മുക്താനന്ദ ലഹരിക്ക് അപ്പുറത്ത്, അവധൂത മഹാത്മാവിന്റെ സ്വരൂപസ്ഥിതിക്ക് അപ്പുറത്ത് ഒന്ന് പറയാനില്ല. പിന്നെ സന്യാസിയായ നമുക്ക് ലഹരിക്കെതിരെ പ്രസംഗിക്കാൻ പറ്റുമോ? പിന്നെ എവിടെയാ കുഴപ്പം? കൊച്ചുനാളിൽ വലിയ ലഹരി കുട്ടികൾക്ക് നൽകണം. കൊച്ചുനാളിലെ കുട്ടികൾക്ക് വലിയ ലഹരി ശീലിപ്പിച്ചാൽ അവർ ചെറിയ ലഹരിക്ക് അടിമയാവില്ല. പുകയ്ക്ക്, പൊടിക്ക്, പേസ്റ്റിന്, ദ്രാവകത്തിന് അടിമയാവില്ല. ഉറപ്പാണ്. ആ വലിയ ലഹരി സേവനത്തിന്റെ, സ്നേഹത്തിന്റെ, നാമജപത്തിന്റെ, കീർത്തനങ്ങളുടെ, ഭജനയുടെ, സ്വാധ്യായത്തിന്റെ, സത്സംഗത്തിന്റെ, ഈശ്വര ഉപാസനയുടെ ലഹരി ചെറിയ നാളിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അവരൊരിക്കലും ഈ നിസ്സാരങ്ങളായ ലഹരികളിൽ പെടില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഓരോ ഗൃഹത്തിലും ഈ ലഹരി ചെറുപ്പത്തിലേ കുട്ടികൾക്കിടയ്ക്ക് പ്രസരിപ്പിക്കണം. ലഹരി മുക്ത കേരള അല്ല നമുക്ക് വേണ്ടത്, ലഹരിയുക്ത കേരളമാണ്. ശരിയായ ലഹരി അറിയാത്തോണ്ടാണ് ഇങ്ങനെയുള്ള നിസ്സാരങ്ങളായ രോഗകാരണങ്ങളാകുന്ന നാശകരങ്ങളായ മയക്കുമരുന്നുകളിലും മറ്റും നമ്മൾ പെട്ടുപോകുന്നത്. ഇതിനാര് പരിഹാരം കണ്ടെത്തണം? സന്യാസിമാരുണ്ട്, തീർച്ചയായിട്ടും സന്യാസിമാര് ഗൃഹസമ്പർക്കം ചെയ്യാനുണ്ട്, സന്യാസിമാർ ആശയ പ്രചരണം ചെയ്യാനുണ്ട്. പക്ഷെ ഇത് സന്യാസിമാർ വിചാരിച്ചാൽ നടക്കുന്നതല്ല. പിന്നെ ഓരോ ഗൃഹത്തിലും നാമജപവും ഭജനകളും കീർത്തനങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. ഇതിന് കേരളീയ സമൂഹത്തെ പാകപ്പെടുത്തണം.